അവളുടെ നീണ്ട വിരലുകൾ കൊണ്ടിടത്ത് നനഞ്ഞ ചിതൽക്കൂട് പൊട്ടിയടർന്നു. ദ്രവിച്ച വാതിലിൽ ദ്വാരങ്ങൾ വീണിരുന്നു. അവയിലൂടെ പ്രകാശം അകത്തു കടന്നു. ഗിരിജ വാതിൽ തുറന്നു. മുഖം മാത്രം പുറത്തു കാണാമായിരുന്നു. നീണ്ടു നിവർന്നു കിടന്ന ദേഹത്തിൽ കഴുത്തറ്റം മൂടിക്കിടക്കുന്ന ചുവന്ന ലുങ്കിയിൽ വെളുത്ത പൂക്കൾ. താഴെ തറയിൽ ചിതലുകൾ പൊടിച്ചിട്ട കടലാസു പൊടികൾ. വിലങ്ങനെ രണ്ട് ചുവരുകൾക്കിടയിൽ വെച്ച നീണ്ട ചൂരൽ വടിയിൽ 3-4 മുഷിഞ്ഞ ഉടുപ്പുകൾ. അല്പം കൂടി കഴിഞ്ഞാൽ ആ ഉടുപ്പുകളിലും ചിതൽ കയറും. ഗിരിജ ജനലുകൾ ശക്തിയോടെ തള്ളിത്തുറന്നു. ഉറക്കം ഞെട്ടി 1-2 തവണ കൺപീലികൾ ചലിച്ചു. പിന്നെ പണിപ്പെട്ടിട്ടെന്ന പോലെ അവ അകന്നു. പുതച്ച ലുങ്കിയെടുത്ത് വലിയൊരു ടവലെടുത്ത് രോമാവൃതമായ ദേഹത്ത് പുതച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, "എപ്പോൾ വന്നു ഗിരിജ?" "ഇന്നലെ രാത്രി ഉടുത്ത ചെളിപുരണ്ട ഉടുപ്പുകൾ അയലിലിരിക്കുന്നു." അതിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് പറഞ്ഞു, "ഇന്നലെ രാത്രി." "ഞാൻ ബുദ്ധിമുട്ടിച്ചോ?" ആ ഔപചാരികമായ വാക്ക് ഉപയോഗിക്കേണ്ടി വന്ന വിഷമം ഒതുക്കി ഗിരിജ വീർപ്പടക്കി നിന്നു. "ഗിരിജയോ? ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഈയിടെ വലിയ ക്ഷീണമാണ്. മാറാത്തൊരു വയറുവേദനയും. ക്രമമായ ദിനചര്യകളൊക്കെ മുടങ്ങിയിട്ട് നാളുകളായി." ഒതുക്കിയ വിഷമം ചിറകടിച്ചു പറന്നുപോയി. "ഇല്ല, ഞങ്ങൾക്കിടയിൽ ഒരു കരടും ഇപ്പോഴുമില്ല." ഗിരിജ ചിരിച്ചു. "രാവിലെയല്ലെങ്കിൽ കാണാൻ പറ്റിയില്ലെന്ന് കരുതി." ഗിരിജ അറിയാതെ വീണ്ടും കണ്ണുകൾ ചെളിപുരണ്ട ഉടുപ്പിൽ തങ്ങി. ലീലയേടത്തിയുടെ വീട്ടിലെ ഉറക്കമുണർന്നപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കണം. ഉടുപ്പെടുക്കാൻ മറന്നില്ല. അയാൾ അത് ശ്രദ്ധിച്ചെന്ന് തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു, "ചിതലരിച്ച് കയറുന്നു. എന്തെല്ലാമോ ചോദിക്കാനും അറിയാനുമുണ്ട്. 4-5 വർഷത്തെ വിശേഷങ്ങൾ." "പ്രാതൽ എവിടെയാ മാഷ്ക്ക്?" "അങ്ങനെയൊന്നുമില്ല. സ്കൂളിലേക്കുള്ള വഴി ഹോട്ടലിൽ കയറും. കയറിയാലും ഗുണമൊന്നുമില്ല. കാപ്പി മാത്രമേ കുടിക്കാനാവൂ. വല്ലതും കഴിച്ചാൽ വയറുവേദന തുടങ്ങും. തുടങ്ങിയാൽ സഹിച്ചൂടാ." "അപ്പോൾ ആഹാരം?" "ഒന്നും വയ്യ. ഇന്ന് കാപ്പി ഇല്ലത്തുന്നാവാം." "ഒന്നും കഴിക്കാനാവില്ല ഗിരിജേ." "അതെന്താ? മാഷ് ഇല്ലത്ത് പോവാറില്ലേ?" "ഇപ്പോൾ കുറവാണ്. എങ്ങും പോകാറില്ല." "അപ്രിയം?" "ഒന്നുമില്ല. ഞാൻ വരാം. ഒന്ന് കുളിക്കട്ടെ." "മാഷ് കുളി കഴിഞ്ഞ് വരൂ. ഞാൻ പിന്നെ വരാം." ഇറങ്ങുമ്പോൾ മാഷ് ചിരിച്ചു.